Hello, Namaskaram. Once again, welcome back to my channel. You're watching an actor and this is Aisha. If you're here for the first time, please don't forget to subscribe. പുതിയൊരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ആൻഡ് ഈ പുസ്തകത്തിൻ്റെ പേര് പുഴമീനുകളെ കൊല്ലുന്ന വിധം. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇത് റിലേറ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വെരി പോപ്പുലർ ബെന്യാമിൻ അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. 9ാം പതിപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. യുവ എഴുത്തുകാരുമായി ചേർന്ന് എഴുതിയ കുറ്റാന്വേഷണ നോവൽ. ഇങ്ങനെ ഒരു ആന്തോളജി പോലത്തെ ഒരു കുറ്റാന്വേഷണ നോവൽ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. DC ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 150 രൂപയാണ്. ഈ ബുക്കും അവൈലബിൾ ആണ്. ആൻഡ് കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാഖ് രാജ്. കവർ നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി പ്രത്യേകിച്ചൊന്നുമില്ല, ഈ ഒരു സംഭവം ഉള്ളൂ. ആൻഡ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും നമുക്ക്. ആൻഡ് പുഴമീനുകളെ കൊല്ലുന്ന വിധം, ഇൻട്രസ്റ്റിംഗ് ആണ് ടൈറ്റിൽ തന്നെ. ബെന്യാമിൻ പത്തനംതിട്ട ജില്ലയിലെ കുളനട സ്വദേശി. യുദ്ധസേനിയ എന്ന ആദ്യ കഥാസമാഹാരം അബുദാബി മലയാളി സമാജം പ്രവാസി എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് അർഹമായി. ആഡിസ് അബാബ എന്ന ചെറുകഥ 2008 KA കൊടുങ്ങല്ലൂര് കഥാപുരസ്കാരവും ആടുജീവിതം എന്ന നോവൽ അബുദാബി ശക്തി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, നോർക്ക റൂട്ട്സ് പ്രവാസി അവാർഡ്, പത്മപ്രഭ സാഹിത്യ പുരസ്കാരം, കണ്ണശ പുരസ്കാരം, EV കൃഷ്ണപിള്ള പുരസ്കാരം, മുട്ടത്തുവർക്കി സാഹിത്യ അവാർഡ് എന്നിവയും നേടി. മഞ്ഞവേൽ മരണങ്ങൾ എന്ന നോവൽ 2014 നൂറനാട് ഹനീഫ സ്മാരക സാഹിത്യ പുരസ്കാരം നേടി. പട്ടത്തുവിള കരുണാകരൻ സ്മാരക ട്രസ്റ്റ് കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും മികച്ച എഴുത്തുകാരനായി തെരഞ്ഞെടുത്തു. ആടുജീവിതം ഇംഗ്ലീഷ്, അറബിക്, തായ്, നേപ്പാളി, തമിഴ്, കന്നഡ, മറാത്തി, ഒഡിയ എന്നീ ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തി. അത് ഞാനിപ്പോഴാട്ടോ പറഞ്ഞു, ഇത്രയും ലാംഗ്വേജസ് ഉണ്ടെന്ന് അറിഞ്ഞില്ല. ഞാൻ ആടുജീവിതം വായിച്ചത് മലയാളത്തിലാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷും വായിച്ചായിരുന്നു. ഗോഡ് ഡേയ്സ് 2012 മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസിൻ്റെ ലോങ് ലിസ്റ്റിലും സൗത്ത് ഏഷ്യൻ ലിറ്ററേച്ചറിൻ്റെ 2013 DFC പ്രൈസിൻ്റെ ചുരുക്കപ്പട്ടികയിലും ഉൾപ്പെട്ടു. ജാസ്മിൻ ഡേയ്സ് 2018 JCB സാഹിത്യ അവാർഡ്, ക്രോസ്വേർഡ് ബുക്ക് അവാർഡ് എന്നിവ നേടി. 2021 വയലാർ അവാർഡ് മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്ക് ലഭിച്ചു. സഹ എഴുത്തുകാർ ജോൺസ്, ആൻസി മോഹൻ മാത്യു, അഞ്ജു സജിത്, അമൽ സുരേന്ദ്രൻ, വിഷ്ണു വിദേവ്, ജിതേഷ് ആസാദ്, അനു P ഇടവ, കാർത്തിക മോഹനൻ, നിസാർ മൊയ്തീൻ പുതുവന, ശില്പ നിരവിൽപ്പുഴ, TV രാഹുൽ രാജ്, ശ്രീരാജ്, അങ്ങനെ പറയുന്ന ആളുകളും ഇത്രയും ഈ 11 പേരോട് ചേർന്നിട്ടാണ് ഈ പുസ്തകം എഴുതിയത്. പക്ഷേ എന്തുകൊണ്ട് കവർ പേജിൽ ബെന്യാമിൻ്റെ മാത്രം പേര് വന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം 3 കഥ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ, ലെറ്റ്സ് നോട്ട് ഗെറ്റ് ഡീപ്പ് ഇൻ ടു ദിസ്. അപ്പം ഭാവനയുടെ കൂട്ടായ്മയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പ്രസാദക്കുറിപ്പ്. ലോക്ക്ഡൗൺ കാലത്ത് ബെന്യാമിൻ അമരക്കാരനായി DC ബുക്സ് സംഘടിപ്പിച്ച കഥയമാമ തുടർക്കഥയുടെ പുസ്തക രൂപമാണിത്. കഥയമ്മ എന്നാണോ കഥയമ്മ എന്നാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും മായും സെപ്പറേറ്റ് ആണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം ലെറ്റ്സ് റിസർച്ച് ഓൺ ദാറ്റ് ലേറ്റർ. പുതിയ എഴുത്തുകാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിന് പശ്ചാത്തലമായി തസ്രാക്കിൽ സംഘടിപ്പിച്ച നോവൽ ക്യാമ്പിൽ പങ്കെടുത്ത യുവ എഴുത്തുകാരാണ് തുടർക്കഥകൾ പൂരിപ്പിച്ചത്. ഇതിഹാസ നോവലിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗം കൂടിയായിരുന്നു നോവൽ ക്യാമ്പ്. ഡോക്ടർ PK രാജശേഖരൻ നേതൃത്വം നൽകിയ ക്യാമ്പിൽ ബെന്യാമിൻ, CV ബാലകൃഷ്ണൻ, TD രാമകൃഷ്ണൻ, GR ഇന്ദുഗോപൻ എന്നിവരായിരുന്നു എഴുത്തിൻ്റെ പാഠങ്ങൾ പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകിയത്. ക്യാമ്പിൽ പങ്കെടുത്തവർക്കുള്ള നോവൽ എഴുത്തിൻ്റെ പഠന പ്രവർത്തനം കൂടിയായിട്ടാണ് കഥയമ്മ വിഭാവനം ചെയ്തത്. നോവലിൻ്റെ തുടക്കം ബെന്യാമിൻ എഴുതി. DC ബുക്സിൻ്റെ എഡിറ്റോറിയൽ നിർദ്ദേശങ്ങളോടെ ഓരോ അധ്യായങ്ങൾ ക്യാമ്പ് അംഗങ്ങളും പൂരിപ്പിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ കഥാവതരണങ്ങൾ പോസ്റ്റ് ചെയ്തപ്പോൾ ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചത്. തുടർക്കഥയ്ക്ക് പിന്തുണയുമായി വായനക്കാരും കഥകൾ പൂരിപ്പിച്ചു. നോവലിൻ്റെ പൂർണ്ണതയ്ക്ക് വായനക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത 2 കഥകൾ കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. യുവ എഴുത്തുകാരുടെ പല ഭാവനകളെ കോർത്തിണക്കി 2 അധ്യായങ്ങൾ കൂട്ടിച്ചേർത്ത് നോവൽ രൂപത്തിലാക്കിയത് ബെന്യാമിനാണ്. അദ്ദേഹത്തിൻ്റെ മഹാമനസ്സാണ് ഈ പുസ്തകത്തെ സാധ്യമാക്കിയത്. എഴുത്തിൻ്റെ ലോകത്തേക്ക് നിരവധി പേരെ അവതരിപ്പിച്ച DC ബുക്സ് പുതിയ എഴുത്തുകാരെ സ്വാഭിമാനം പരിചയപ്പെടുത്തുന്നു. അപ്പം നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലേ
ആ 11 പേരും കൂടെ ചേർന്നിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആൻഡ് മൊത്തം 14 കഥകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. മുഖവുര. ഇതര കലകളിൽ നിന്നും വ്യത്യസ്തമായി എഴുത്ത് തീർത്തും സ്വകാര്യമായ ഒരു ഇടപാടാണ്. എഴുത്തുകാരൻ ഓർക്കാരി തീർത്തും ഒറ്റയ്ക്കാണ് അതിൻ്റെ ഭാവനാ ഭൂപടങ്ങൾ വരയ്ക്കുന്നത്. കഥയുടെ ഗതി നിർണയിക്കുന്നതും അതിൻ്റെ ശിഖിരങ്ങളിൽ വർണ്ണത്തൂവലുകൾ ചാർത്തുന്നതും അവൻ ഓർ അവൾ തന്നെ. അവൻ്റെ ഓർ അവളുടെ മാത്രം അഭിരുചികളാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപരഭാവനയ്ക്കോ കൂടിയാലോചനകൾക്കോ അവിടെ ഏറെ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാമോ എന്ന് ഈ ലോക്ക്ഡൗൺ കാലത്ത് DC ബുക്സ് ചോദിച്ചപ്പോൾ ഞങ്ങൾ കുറച്ചു പേർ അതിന് തയ്യാറായി. ഞാൻ നോവലിൻ്റെ ആദ്യ അധ്യായം എഴുതുകയും DC നോവൽ ക്യാമ്പിൽ പങ്കെടുത്ത യുവ എഴുത്തുകാർ അത് പൂരിപ്പിക്കുകയുമാണ് ചെയ്തത്. ഒരാൾ വിചാരിക്കാത്ത വഴികളിലൂടെ മറ്റൊരാൾ കഥയെ മുന്നോട്ട് കൊണ്ടുപോവുകയും കഥയ്ക്ക് പുതിയ അർത്ഥതലങ്ങളും പരിണാമഗുപ്തികളും സമ്മാനിക്കുകയും ചെയ്ത അത്യപൂർവമായ ഒരു രചനാ അനുഭവമായിരുന്നു അത്. ഇതിൻ്റെ ആദ്യ രൂപം ഓരോ അധ്യായവും എഴുത്തുകാർ തന്നെ വായിച്ച് വീഡിയോ രൂപത്തിൽ സോഷ്യൽ മീഡിയകൾ വഴി പുറത്തിറക്കിയപ്പോൾ തന്നെ വലിയ ആവേശമാണ് വായനക്കാരിൽ നിന്ന് ലഭിച്ചത്. നിരവധി വായനക്കാർ തന്നെ അതിന് വേറെ വേറെ ഭാഷ്യങ്ങൾ ചമച്ച് ഇതിനോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. ഇപ്പോൾ അതിനെ എഡിറ്റ് ചെയ്ത് നിർണായകമായ അവസാന അധ്യായവും ചേർത്ത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ്. ഞാൻ എഴുതിയ അധ്യായങ്ങൾക്ക് പുറമെ യുവ എഴുത്തുകാരുടെ 10 അധ്യായങ്ങളും വായനക്കാർ പൂരിപ്പിച്ച 2 അധ്യായങ്ങളും ചേർത്താണ് ഈ പുസ്തകം നിങ്ങളുടെ കൈകളിൽ എത്തുന്നത്. ഈ പരീക്ഷണ കഥാരചനയോട് സ്വർഗാത്മകമായി സഹകരിച്ച യുവ എഴുത്തുകാർക്കും വായനക്കാർക്കും ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വച്ച് ഞങ്ങളെ കൂട്ടിച്ചേർത്ത DC ബുക്സിനും നന്ദി അറിയിച്ചുകൊണ്ട് ഈ നോവൽ നിങ്ങളുടെ വായനയ്ക്ക് സമർപ്പിക്കുന്നു. ഇത് മുഴുവൻ വായിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നല്ല രസമായിട്ട് തോന്നി. ആൻഡ് ഇങ്ങനത്തെ ഒരു ജോണറിലുള്ള ആന്തോളജി ഒക്കെ വായിക്കുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. എൻ്റെ ആദ്യത്തെ കഥ എഴുതിയിരിക്കുന്നത് ബെന്യാമിനാണ്. കഥയുടെ പേര് മോർച്ചറി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥയാണത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള എസ്റ്റേറിൻ്റെ കത്തുകൾ കിങ് ജോൺസ്, പിൻവിളി ആൻസി മോഹൻ മാത്യു, അവിരാമം അഞ്ജു സജിത്ത്, ഈ കാരം അമൽ സുരേന്ദ്രൻ, കിറ്റി വിഷ്ണു പി ദേവ്, തണുപ്പ് ജിതേഷ് ആസാദ്, കണ്ടെത്തൽ അനൂപി ഇടവ, ജീവന്റെ നരക്കം കാർത്തിക മോഹനൻ, പരേതൻ്റെ സ്വന്തം നിസാർ മൊയ്തീൻ പുതുവന. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. ഉത്തരങ്ങൾ ശില്പ നിരവിൽപ്പുഴ, ബിജോയും കോശിയും സത്യാന്വേഷണവും TV രാഹുൽ രാജ്, നാലാമത്തെ തിരുത്ത് ശ്രീലാൽ, പുഴമീനുകളെ കൊല്ലുന്ന വിധം ബെന്യാമീൻ, പോലീസ് ഡയറി ബെന്യാമീൻ. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇല്ലേ, പേജുകളുടെ അരികുകൾ സ്വയം കയറി നിങ്ങൾ തന്നെ ആ രഹസ്യം കണ്ടെത്തൂ. ഈ പോർഷൻ ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പണ്ട് ഗൂസ് ബംസ് വായിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഓർമ്മ വരുന്നു. ഗൂസ് ബംസിൽ നമ്മളിങ്ങനെ പറയില്ലേ, ചോയ്സ് ബുക്സിൽ പറയും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ പേജിലേക്ക് പോവുക, അല്ലെങ്കിൽ വേറെയാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ മറ്റേ പേജിലേക്ക് പോകുക. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് നമ്മൾ തന്നെ ഓപ്പൺ ചെയ്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക എന്നൊരു ഓപ്ഷനൊക്കെ വേറെ ബുക്സിലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോയെന്നൊന്നും അറിയില്ല. പിന്നെ അവിടെ നിന്ന് തുടങ്ങി ഫോണ്ടൊക്കെ വേറെയാണ്, കുറച്ച് വലിയ ഫോണ്ടൊക്കെ മാറി. അപ്പോൾ 112 പേജസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. നല്ല രസമുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ജോണറിലുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ്. ആൻഡ് ഈ എഴുത്തുകാരൊക്കെ നല്ല ഭംഗിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഭയങ്കര എന്താണ്, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഇളവാക്കുന്ന സാധനങ്ങളില്ലേ, അങ്ങനത്തെ സെറ്റപ്പാണ്. ആൻഡ് ബാക്കിൽ എന്താണെന്ന് വായിക്കാം. മക്കളെ കാത്ത് മോർച്ചറിയിൽ കിടക്കുന്ന ഭാസ്കര പിള്ളയുടെ സ്വാഭാവികമെന്ന് കരുതിയ മരണത്തിൻ്റെ ചുരുൾ നിവർത്തുകയാണ് ബെന്യാമീനും യുവ എഴുത്തുകാരും. വ്യത്യസ്തരായ എഴുത്തുകാരുടെ വേറിട്ട ഭാവനകൾ സമ്മേളിക്കുന്ന ഈ കുറ്റാന്വേഷണ നോവൽ മലയാള നോവൽ സാഹിത്യത്തിലെ അപൂർവതകളിലൊന്നാണ്. നല്ല രസമുണ്ട്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്ടിരുന്നതാണ്. ഇനി ഈ പോർഷനാണ് എനിക്ക് വായിക്കാനുള്ളത്. ആൻഡ് ലെറ്റ്സ് ഓപ്പൺ ദിസ്. ഓക്കെ, നമ്മളിത് പൊട്ടിച്ചിരിക്കുകയാണ്. ബുക്ക് പോകേണ്ടത് നമ്മുടെ അങ്ങനെ പൊട്ടിച്ചു.
അപ്പോൾ പോലീസ് ഡയറി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. നല്ല ഭയങ്കര വലിയ അക്ഷരത്തിലാണ് ഇവിടെ എഴുതിയേക്കുന്നത്. കുറച്ച് പേജുകൾ കൂടിയുള്ളൂ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നതാണ്. ഇത്രയും ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ വായിച്ച് തീർത്താണ് അതുവരെയുള്ളത്. ഇനി ആ പോലീസ് ഡയറിയുടെ പോർഷൻ വായിച്ചാൽ മതി. എന്തായാലും സമയം കിട്ടുമ്പോൾ വായിച്ച് നോക്കൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.